ഈസ്റ്റ് ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിംഗിൾ സെൽ മൈക്രോ ഓർഗാനിസമാണ്. അപ്പോൾ അതിന് എനർജി ഉണ്ടാക്കാനായിട്ട് അതിന് പല ഒന്ന് രണ്ട് രീതികൾ അതിന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്സിജൻ്റെ സപ്ലൈ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. അതേസമയത്ത് നമ്മൾ അരിഷ്ടത്തിൽ ഉപയോഗിക്കുന്നത് അതിനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ആ കൺവേർട്ട് ചെയ്യുമ്പോൾ അനറോബിക് ഫെർമെൻറ്റേഷൻ തന്നെ ആവശ്യമാണ്. അനറോബിക് ഫെർമെൻറ്റേഷനിലാണ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഉണ്ടാക്കുന്ന വാറ്റോ ഭരണിയോ അടച്ചു വെക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. ഈ പലരും പറയാറുണ്ട് ഞങ്ങൾ 7 ദിവസം കൊണ്ട് അരിഷ്ടം കിട്ടും, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് എടുത്ത് ഉപയോഗിക്കും. ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന അതിനകത്തുള്ളൊരു ക്രൈറ്റീരിയ ഇല്ല. അത് ആ ഈസ്റ്റിന് വളരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ. അതിൻ്റെ കൂട്ടത്തിൽ ആൽക്കഹോൾ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റാണ്. കൃഷ്ണമാൻ ഡോക്ടർ പറഞ്ഞതുപോലെ പ്ലാന്റിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെള്ളത്തിൽ സോലുബിളൊന്നുമല്ല. അപ്പോൾ വെള്ളത്തിൽ സോലുബിൾ അല്ലാത്തതിനെ സോലുബിൾ ആക്കാനായിട്ടുള്ളൊരു പ്രക്രിയയും കൂടെയാണ് ഈ അരിഷ്ടാശ്വാസങ്ങളുടെ നിർമ്മാണത്തിലൂടെ നമ്മൾ പാലിച്ചു വരുന്നത്.